പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കിത് ഒരു അമ്പലമായിട്ടൊന്നും തോന്നൂല കേട്ടോ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ വള്ളിക്കുന്നുള്ള നിറം കൈതക്കോട്ട ടെമ്പിളിലാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട് രാവിലെ. പിന്നെ ഞാൻ അവിടെ എത്തി ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഈ കുരങ്ങന്മാരെ ആട്ടോ. ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമ്മൾ എപ്പോൾ പോയാലും ഇഷ്ടം പോലെ കുരങ്ങന്മാർ ഉണ്ടായിരിക്കും. അതിൻ്റെ റീസൺ പറഞ്ഞു വരുന്നത് ശ്രീരാമൻ കൂടി സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത്, അതുകൊണ്ടാണ് കുരങ്ങന്മാരും കാണുന്നത് എന്നാണ് പറയാറ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കുട്ടി സ്റ്റോറി കൂടിയുണ്ട്. ഇതിനു മുമ്പ് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത് സൈനികരായിരുന്നു. അപ്പോൾ സൈനികർ പരിശീലിക്കുകയും അതുപോലെ ശത്രുക്കളെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കോട്ട. ഇനി നമുക്ക് കേട്ടുകേൾവി കഥയിലേക്ക് വരാം. ഒരു ദിവസം ഒരു സ്ത്രീ ഈ പ്രദേശത്ത് കൈതോല വെട്ടുന്നതിനിടയിൽ അരിവാൾ കല്ലിൽ തട്ടിയിട്ട് രക്തം പൊടിഞ്ഞു. ഇത് കണ്ട് പേടിച്ച സ്ത്രീ പെട്ടെന്ന് തന്നെ അന്ന് ഈ കോട്ടയിൽ താമസിക്കുന്ന രാജാവിനെ കാണുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം ഈ രാജാവ് ജ്യോതിഷത്തെ പണ്ഡിതന്മാരെ വിളിക്കുകയും പ്രശ്നം വെച്ച സമയത്ത് അറിയാൻ പറ്റിയത് അയ്യപ്പൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ അതേ സമയത്ത് തന്നെ അതിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് ഒരു സന്യാസി എത്തുകയും ഈ കണ്ണു കാണാത്ത മുത്തശ്ശിയോട് ആ സന്യാസി അത്താഴം കഴിക്കാൻ ആ സന്യാസിക്കും വേണമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഈ കണ്ണു കാണാത്ത ഈ മുത്തശ്ശി ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോവുകയായിരുന്നു. മുത്തശ്ശിയുടെ കൂടെ കുളിക്കടവിൽ മീൻസ് ആ കുളത്തിലേക്ക് മുത്തശ്ശി ഇറങ്ങുന്നത് വരെ സന്യാസി ഉണ്ടാവുകയും, പക്ഷേ മുത്തശ്ശി കുളി കഴിഞ്ഞ് എഴുന്നേറ്റ സമയത്ത് ഈ സന്യാസിയെ കാണാനില്ലായിരുന്നു. കൂടാതെ തന്നെ അന്ധയായ മുത്തശ്ശിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയായിരുന്നു ആ സമയത്ത് ചെയ്തിരുന്നത്. പക്ഷേ അത്താഴം ഉണ്ടാക്കിയിട്ട് മുത്തശ്ശി കുറേ നേരം കാത്തിരുന്നു, ആരും വന്നിരുന്നില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവിടെ എത്തിയത് അയ്യപ്പസ്വാമിയാണെന്നും അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ താമസിച്ചിരുന്ന രാജാക്കന്മാർ ആ കോട്ട വിട്ട് പോയതും അതൊരു അമ്പലമാക്കിയിട്ട് പണിതതും. ഇങ്ങനെയാണ് അവിടുത്തെ അമ്പലത്തെക്കുറിച്ച് പറയുന്ന കഥകളും കാര്യങ്ങളും. സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ കൂടുതലും കാണാൻ പറ്റുന്നത് കുരങ്ങന്മാരെ ആയിരിക്കും. അയ്യപ്പ ക്ഷേത്രത്തിൽ കുരങ്ങന്മാർ കാണുക എന്ന് പറയുന്നത് തികച്ചും യാദൃശ്ചികമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് പിന്നിലൊരു കഥയുണ്ട്. അന്ന് രാജാവ് ശിവൻ്റെ പ്രതിഷ്ഠ കൂടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഉച്ചപൂജ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉച്ചപൂജ സമയത്ത് ശ്രീരാമൻ്റെ സാന്നിധ്യം ഇവിടെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വാനരന്മാരൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ കേട്ടാ.